ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരമദയാലുവായ പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കലൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, ആമയൂർ ജമിയത്തുൽ മുസ്ലിമീൻ മഹല്ല് കമ്മിറ്റി അതിൻ്റെ തുസ്താർഹമായ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് അലിവ് കെയർ സെന്റർ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ 4ാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അനാഥകളും വിധവകളും ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട കുടുംബങ്ങളെയാണ് നമ്മൾ ഓരോ മാസവും സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം 40-ലധികം കുടുംബങ്ങൾ നമ്മുടെ സഹായം നമ്മൾ നൽകിക്കൊണ്ടിരുന്നു. അതിൽ 4-5 കുടുംബങ്ങൾ അവർ സ്വയം പര്യാപ്തത നേടിയപ്പോൾ അവരൊഴിഞ്ഞു പോവുകയും ഇപ്പോൾ 35 കുടുംബങ്ങളാണ് നമ്മുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ 35 കുടുംബങ്ങളിൽ 20 കുടുംബങ്ങളും യത്തീം കുടുംബങ്ങളാണ്. അതിൽ 40ഓളം, ഈ യത്തീം കുടുംബങ്ങളിൽ 40ഓളം അനാഥ മക്കൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി. 8 കുടുംബങ്ങൾ വിധവകളാണ്. അതുപോലെ തന്നെ 7 കുടുംബങ്ങള് കിഡ്നി രോഗി, അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻസ്, മാരകമായ മറ്റു രോഗങ്ങൾക്ക് അടിമപ്പെട്ട കുടുംബങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. തൃക്കരങ്ങോട് പഞ്ചായത്തിലെ ആമയൂരിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന 5 വാർഡുകളിലുള്ള പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെയാണ് നമ്മൾ ഓരോ മാസവും അവർക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഭക്ഷ്യവിഭവങ്ങൾ, അതുപോലെ തന്നെ സോപ്പ്, സാബൂന് തുടങ്ങിയ വീട്ടിലേക്ക് ആവശ്യമുള്ള അവശ്യ വസ്തുക്കൾ, നാളികേരം, പച്ചക്കറികൾ, അതുപോലെ തന്നെ ആഘോഷ ദിവസങ്ങളിലാണെങ്കിൽ യതീം കുട്ടികൾക്കും വിധവകൾക്കും പുതുവസ്ത്രങ്ങൾ നമ്മൾ നൽകാറുണ്ട്. റമദാൻ കിറ്റ്, പ്രാവശ്യത്തെ കിറ്റ് 45 കിലോ വരുന്ന കിറ്റുകളാണ് നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ പെരുന്നാളിന് സ്പെഷ്യൽ ആയിട്ടുള്ള കിറ്റുകൾ നമ്മൾ അവർക്ക് നൽകാറുണ്ട്. സ്കൂൾ തുറക്കുന്ന സന്ദർഭങ്ങളിൽ പാവപ്പെട്ട യതീം കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള പഠനോപകരണങ്ങൾ നമ്മൾ നൽകാറുണ്ട്. ഏകദേശം ഒരു വർഷം 5 ലക്ഷത്തോളം രൂപ നമുക്കിതിന് ചെലവ് വരുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരും അയൽപക്കത്തുള്ള ആളുകളും വിദേശത്തും സ്വദേശത്തുമുള്ള നല്ലവരായ ഉദാരമതികളുടെ സഹായം കൊണ്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അല്ലാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ നമ്മുടെ അലിവ് കെയർ സെന്ററിൽ വരുന്ന ഒരു സഹോദരി, 1-2 കുടുംബങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യത്തിന്റെ ആ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സഹോദരി നമ്മുടെ അലിവ് കെയർ സെന്ററിലേക്ക് വരുന്ന അവരുടെ ഭർത്താവ് ഗൾഫിൽ നല്ല ജോലിയായിരുന്നു, സുഖകരമായി അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് നല്ലൊരു വീട് വെച്ചു, 2 നിലയുള്ള ഒരു വീടാണ്. പക്ഷേ പെട്ടെന്നാണ് ഭർത്താവ് മരണപ്പെടുന്നത്. ആ മരണപ്പെടുന്നതോടുകൂടി ആ സഹോദരിക്ക് 3 കുട്ടികൾ, അവർക്ക് 3 കുട്ടികളായിരുന്നു. ഭർത്താവ് മരിക്കുന്ന സമയത്ത് 6 മാസം പ്രായമുള്ള ഒരു കുട്ടി വരെ ഉണ്ടായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, ആ കുടുംബത്തിനെ സഹായിക്കാൻ വേറെ ആരും സഹായിക്കാനില്ല, അവരെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായി. മറ്റൊരു സഹോദരിയെ കുറിച്ച് പറയാം. അവരുടെ ഭർത്താവ് നല്ല എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കൂലിപ്പണിക്ക് പോയി ജോലി ചെയ്യുന്ന ഒരു സഹോദരനായിരുന്നു. ആ സഹോദരനായിരുന്നു ആ കുടുംബത്തിന്റെ എല്ലാം അത്താണിയൊക്കെ. പക്ഷെ അതിനിടയിലാണ് ആ സഹോദരന്റെ ജ്യേഷ്ഠൻ അറ്റാക്ക് വന്ന് മരണപ്പെടുന്നത്. അറ്റാക്ക് വന്ന് മരണപ്പെട്ട ആ കുടുംബത്തിന്റെ, എന്നാൽ ആ ജ്യേഷ്ഠന്റെ കുടുംബത്തെ കൂടി സഹായിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഈ സഹോദരനുണ്ടായി. അതിനിടയിലാണ് ഈ സഹോദരന് ചെറിയ ഒരു രോഗം വന്നു ഗൗരവമായി ഈ സഹോദരൻ മരണപ്പെടുന്നു. 4 കുട്ടികളാണ്. ഈ ഭാര്യയും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ സഹോദരൻ ഈ ലോകത്തോടുകൂടെ പറയുന്നത്. വേറെ ആരുമില്ല സഹായിക്കാൻ. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഓരോ ആളുകളുടെ അവസ്ഥകൾ. മറ്റൊരു സഹോദരിയെ കുറിച്ച് പരിചയപ്പെടുത്താം. ആ സഹോദരിയുടെ കുടുംബം വളരെ പ്രയാസപ്പെട്ട് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബം.
അവർക്ക് 7 മക്കളുണ്ടായിരുന്നു. 7 മക്കൾ ഈ ഭർത്താവ് അധ്വാനിച്ച് കൊണ്ടുവരും. പക്ഷെ അദ്ദേഹം അസുഖബാധിതനായി മരണപ്പെട്ടു. ഈ 7 മക്കളിൽ ഒരു മകൻ മാത്രമാണ് ആൺകുട്ടിയായിട്ടുള്ളത്. മറ്റു 6 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ബാക്കി 3 പെൺകുട്ടികൾ ഇപ്പോഴും വീട്ടിലുണ്ട്. ഈ ആൺകുട്ടി മാത്രമാണ് പിന്നീട്. ആൺകുട്ടി അധ്വാനിച്ച് ഈ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു. പക്ഷെ ഈ ആൺകുട്ടിയും സുപ്രഭാതത്തിൽ പെട്ടെന്ന് മരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ. ഒരാളും താങ്ങും തണലുമില്ലാത്ത 100% അർഹരായ നമ്മുടെയൊക്കെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്ന കുടുംബങ്ങളെയാണ് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കുടുംബം, ഒരു സഹോദരി, ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ അലൂർ സെന്ററിലേക്ക് വരുമ്പോൾ കിഡ്നി രോഗം ബാധിച്ചിരിക്കുന്ന ഭർത്താവിന്റെ കൂടെ ചെറുപ്പക്കാരൻ, അദ്ദേഹം സെന്ററിന്റെ പണിക്ക് പോകുന്ന ചെറുപ്പക്കാരൻ, ഭർത്താവിനെയും കൂട്ടിയാണ് വരുന്നത്. നിങ്ങൾ ആലോചിച്ചോളും, വളരെ ചെറുപ്പമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വലിയ കുട്ടി ഹൈസ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ചെറിയ കുട്ടി 2ാം ക്ലാസ് പഠിക്കുന്ന ആൺകുട്ടിയാണ്. ജോലിക്ക് പോകാൻ വയ്യ. ഒരു കിഡ്നി രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരൻ ഇപ്പൊ കിഡ്നി മാറ്റി വെച്ച് വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന 35 കുടുംബങ്ങളിൽപ്പെട്ട ചില കുടുംബത്തിന്റെ ചെറിയൊരു ചിത്രം ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു എന്ന് മാത്രം. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹുവിനോടാണ് ഏറ്റവും വലിയ ബാധ്യത ഉള്ളത്. എന്നാൽ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ മാത്രം നിർവഹിച്ചാൽ ഒരു വിശ്വാസിയാവുമോ? ഇല്ല. അള്ളാഹുവിനോടും അതുപോലെ തന്നെ പടച്ചവനോടും പടപ്പുകളോടുമുള്ള ബാധ്യതകളും കടമകളും നമ്മൾ നിർവഹിക്കുമ്പോഴാണ് നല്ലൊരു വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് സൂറത്ത് ഇൻസാനിലൂടെ സ്വർഗാവാസികളായ ആളുകളുടെ ലക്ഷണം പറയാൻ, വിശുദ്ധ ഖുർആൻ എത്രമാത്രം ആയത്തുകളിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആരാണ് സ്വർഗത്തിന്റെ അവകാശികൾ? സ്വന്തം ആവശ്യമുണ്ടായിട്ട് പോലും, പ്രിയമുണ്ടായിട്ട് പോലും മിസ്കീന്മാർക്കും പാവങ്ങൾക്കും അനാഥകൾക്കും ബന്ധനസ്ഥരായ ആളുകളെയും ഭക്ഷിപ്പിക്കുന്നവരായിരിക്കും അവർ. ഇന്നമാനുതീമുക്കും ലിവതിഹില്ല. ആളുകൾ പറയുന്നത് എന്താ? ഞങ്ങൾ ഇതാ പടച്ച തമ്പുരാന്റെ പ്രീതിക്ക് മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്ദി വാക്കോ എന്തെങ്കിലും ഒരു പ്രതിഫലമോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ വേറെ ചില സൂറത്തുകളിൽ നമ്മെ പഠിപ്പിച്ച സൂറത്ത് ബലദിൽ, നിങ്ങൾ ചുരപാത നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? മലമ്പാതകൾ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? എന്താണ് ചുരംപാത കടന്നു പോകുക എന്ന് പറഞ്ഞാൽ? അതല്പം പ്രയാസകരമാണ്. ഖുർആൻ സൂചിപ്പിക്കുന്ന പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ, പട്ടിണിയുള്ള സന്ദർഭങ്ങളിൽ പാവങ്ങളെ ഭക്ഷണം നൽകുന്നവരാണ്. നിങ്ങളുടെ കുടുംബ ബന്ധമുള്ള അനാഥകളെ, മാതാവും പിതാവും അല്ലെങ്കിൽ മാതാവോ പിതാവോ നഷ്ടപ്പെട്ടിരിക്കുന്ന മക്കളെ നിങ്ങൾ ചേർത്ത് പിടിക്കലാണ്. മണ്ണ് പുരട്ടിയിരിക്കുന്ന, അധ്വാനിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന സാധുക്കളെ സഹായിക്കലാകുന്നു ചുരമ്പാത കടന്നു പോവുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയാവുന്ന സംഗതിയുടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചത് എന്ന് നരകവാസികളായ ആളുകളോട് സ്വർഗവാസികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണ് നിങ്ങൾ നരകത്തിൽ കിടക്കാനുള്ള കാരണം? ആ നരകവാസികളായിട്ടുള്ള ആളുകൾ പറയുന്ന മറുപടി എന്താ? മുസല്ലീൻ. ഒന്നാമതായി പറഞ്ഞത് നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. രണ്ടാമതായി അവർ പറഞ്ഞത് എന്താ? പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ഞങ്ങൾ സന്നദ്ധരായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. സൂറത്ത് മാഊൻ കാണാപ്പാടം അറിയാത്ത ആളുകളില്ല. ആരാണ് മതത്തെ വ്യാജമാക്കിയിരിക്കുന്നവർ? ഖുർആൻ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തരികയാണ്. മതത്തെ വ്യാജമാക്കിയിരിക്കുന്നവരാരാണ്? അനാഥയെ തള്ളിപ്പറയുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു സുപ്രഭാതത്തിൽ അവരുടെ പിതാവ് നഷ്ടപ്പെടുന്നു. ആരോടാണ് ഈ മക്കൾ അവരുടെ ആവശ്യങ്ങൾ പറയുക? ആരോടാണ് ഈ മാതാവ് അല്ലെങ്കിൽ ഈ ഭാര്യ ആരോടാണ് തങ്ങളുടെ ആവശ്യങ്ങൾ പറയുക? കുട്ടികളുടെ ബാപ്പ മരണപ്പെട്ടു പോയിരിക്കുന്നു. അവർക്ക് പെരുന്നാളിന് വസ്ത്രങ്ങൾ വേണ്ടേ? റമദാനിന് അവർക്ക് ഭക്ഷണങ്ങൾ വേണ്ടേ?
അവർക്ക് മറ്റു ജീവിതത്തിൽ അത്യാവശ്യങ്ങൾ ചെയ്യേണ്ടതില്ലേ? ആരാണ് അവരെ സഹായിച്ചു കൊടുക്കാറുള്ളത്? പടച്ചവൻ ഇറക്കി കൊടുക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, പച്ചയായ നമ്മളൊക്കെ നമ്മുടേതായ കഴിവിന്റെ പരമാവധി നമ്മൾ സഹായിക്കണമെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞത് എന്താ? വലാ യഹുമ്മു അലാ തുആമിൽ മിസ്കീൻ. മതത്തെ വ്യാജമാക്കിയതിന്റെ ഒരു അടയാളം വലാ യഹുമ്മു അലാ തുആമിൽ മിസ്കീൻ, പാവങ്ങളുടെ ഭക്ഷണം അവർ നൽകുകയില്ല എന്നല്ല പറഞ്ഞത്. കൃത്യമായി ആ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. വലാ യഹുമ്മു, ആരാണ് മതത്തെ വ്യാജമാക്കിയവൻ? അവൻ വലാ യഹുമ്മു, അവന്റെ പ്രേരണ നൽകുകയില്ല. നമ്മുടെ സമൂഹത്തിൽ അക്ഷരരായ, അനാഥകളായ, വിധവകളായ, മാരാരോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരന്മാരുടെ സഹോദരികളുടെ പ്രയാസങ്ങൾ അകറ്റുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതിന്റെ പ്രേരണ നൽകുകയില്ല, പ്രോത്സാഹനം നൽകുകയില്ല. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബീ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഖാല അസ്സായി അലൽ അർമില വൽ മിസ്കീൻ, അനാഥകൾക്കും വിധവകൾക്കും വേണ്ടി പരിശ്രമിക്കുന്നവൻ, അധ്വാനിക്കുന്നവൻ, അതിനു വേണ്ടി ജോലി ചെയ്യുന്നവൻ കൽ മുജാഹിദി ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം നടത്തുന്ന യുദ്ധം ചെയ്യുന്നത് പോലെയാണ്. ഈ അനാഥകള്, വിധവകള്, അതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴേ അതിലൊക്കെ പ്രയാസം നമുക്ക് ആലോചിക്കുള്ളൂ. ആരോട് പറയും സഹോദരന്മാര്? നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ ആരോട് പറയും? മക്കൾക്കൊരു പുതുവസ്ത്രം വേണമെന്നുള്ളത് ആരോട് പറയും? നമുക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മളോട് പറയാം, നമ്മുടെ ഭാര്യമാർക്ക് നമ്മളോട് പറയാ, ഇന്ന സാധനം കേട്ടോ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ അനാഥ മക്കൾ ആരോട് പറയും സഹോദരന്മാര്? ആ ഉത്തരമാണ് നമ്മുടെ മഹല്ല് കമ്മിറ്റി എടുത്തിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് 4ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. അതുകൊണ്ട് നല്ലവരായ സഹോദരന്മാർ, സഹോദരിമാര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ബാക്കിയായി പറഞ്ഞത് എന്താണെന്നോ? വൽ ഖായിമിൽ ലൈൽ അസ്സായിമിൻ നഹാർന, എന്താ പറയുന്നത്? രാത്രി നിന്ന് നമസ്കരിക്കുന്നവനേക്കാൾ, കൃത്യമായി മനസ്സിലാക്കണം, രാത്രി നിന്ന് നമസ്കരിക്കുന്നവനേക്കാൾ പകലിൽ നോമ്പ് നോക്കുന്നവനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സംഗതിയാണ് അനാഥകളുടെയും വിധവകളുടെയും കണ്ണീരൊപ്പാൻ വേണ്ടി പരിശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, സഹോദരിമാര്, നിങ്ങളൊക്കെ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സഹായിക്കാറുണ്ട്, സഹകരിക്കാറുണ്ട്. എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന 1-2 സംഗതികൾ നമ്മൾ സൂചിപ്പിക്കുകയാണ്. സ്ഥിരമായി ഇതിനെ സഹായിക്കാൻ സാധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ 500 1000 നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സഹായിക്കാം. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ല, അതിന് സാധിക്കുകയില്ല എങ്കിൽ ചില മാസങ്ങളെങ്കിലും, എല്ലാ മാസങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മളെ സെന്ററുകൾ നിങ്ങൾ സന്ദർശിക്കണം. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവരെടുത്തു പോവുകയാണ്. അതാണ് നമ്മുടെ സംവിധാനം. അപ്പൊ ഈ സംവിധാനത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മാസങ്ങൾ ഇവർക്ക്, അനാഥകൾക്കാണ് നിങ്ങൾ നൽകുന്നത്. 100% അർഹരായ ആളുകളെ മാത്രമേ നമ്മൾ പരിഗണിക്കുക. ജാതിയോ മതോ ഒന്നും നമ്മൾ നോക്കാറുമില്ല. ഈ ഒരു സംരംഭം അതിന് ചില മാസങ്ങളിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ സഹായിക്കുക. അല്ല, റമദാനിലെ ആദ്യത്തെ ചില ദിവസങ്ങളാണ് നമ്മൾ ഇതിന്റെ സ്പെഷ്യൽ കണക്ഷൻ വേണ്ടി ഇറങ്ങാറുള്ളത്. നിങ്ങൾക്കറിയാം, റമദാൻ വരികയാണ്. അപ്പൊ ആദ്യത്തെ ഈ ദിവസങ്ങളിൽ, റമദാനിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണക്ഷൻ വേണ്ടി ഇറങ്ങും. അപ്പൊ നിങ്ങളുടെ സക്കാത്തിന്റെയോ സദക്കയുടെയോ ഒരു ഓഹരി ഇതിനു വേണ്ടി നിങ്ങൾ നൽകണമെന്ന് വിനീതമായി നിങ്ങൾ അപേക്ഷിക്കുക. പിന്നെ നിങ്ങൾ സൂചിപ്പിക്കാൻ നിങ്ങൾ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യാം. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരുടെ സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ളതാണ്, നിങ്ങൾ 2 ആളുകളിലേക്ക്, നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആയ 2 ആളുകളിലേക്ക് ഈ മെസ്സേജ് നിങ്ങൾ കൈമാറുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് സംഗതി വിജയിക്കും. അപ്പൊ എന്താ? വലാ യഹമ്മൂന അലാ തുആമിൽ മിസ്കീൻ. നമുക്ക് സാധിക്കുകയില്ല എങ്കിൽ നമ്മളെന്താ? പ്രേരണ നൽകുക, ഈ സംഗതിയെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ട്. പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഇത് ഒന്നിനും സാധിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. എല്ലാവരും, കഴിയുന്നവരും കഴിയാത്തവരൊക്കെ, ഇതൊന്നും നമ്മളല്ല വിജയിപ്പിക്കുന്നത്. ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ടല്ല, പടച്ച റബ്ബാണ്. പടച്ച റബ്ബിന് പ്രീതിയുള്ള ഒരു സംഗതിക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. റബ്ബേ, ഞങ്ങളുടെ സൽപ്രവർത്തനങ്ങൾ ഞങ്ങളിൽ സ്വീകരിക്കണം. സംബുരാനെ, ഈ പാവങ്ങൾക്കും അനാഥകൾക്കും അതുപോലെ തന്നെ മാരാരോഗികൾക്കും തണലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അലിവിനെ നീ സഹായിക്കണേ തമ്പുരാൻ. അലിവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നീ സഹായിക്കണേ തമ്പുരാൻ. വിദേശത്തും സ്വദേശത്തുമൊക്കെ ഒരുപാട് സഹോദരന്മാർ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട്, പല സാധ്യമായ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അവരുടേതായ ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. റബ്ബേ, അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും അവരുടെ മറ്റ് ആവശ്യങ്ങളുമൊക്കെ
സാലിഹായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. നാളെ കത്തിയെരിയുന്ന നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനമായി ഇത് ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ തമ്പുരാനെ. വിശുദ്ധ റമദാൻ നല്ല പടച്ച തമ്പുരാനും അവനും അവന്റെ പ്രവാചകനും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ സ്വീകരിക്കാവുന്ന രൂപത്തിൽ അതിനെ മാറ്റി ആവുന്ന രൂപത്തിൽ ഈ നോമ്പിനെ സ്വീകരിക്കുവാനുള്ള ഒരു കഴിവും തൗഫീഖും ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ തമ്പുരാൻ. റിയാൻ എന്ന സ്വർഗകവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നോമ്പുകാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാൻ. അല്ലാഹുമ്മ ഫളിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയ